അസ്സലാമലൈക്കും. ഞാനിപ്പോൾ ഒരു ഫേസ്ബുക്കിലൊരു ചുരുങ്ങി 2 മണിക്കൂറിൻ്റെ അടുത്തുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിൽ 2 കാര്യം പറയാൻ വിട്ടുപോയി. അത് പ്രധാനപ്പെട്ട 2 കാര്യമായിരുന്നു. ഒന്ന് ഒന്നും രണ്ടും പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ വിജയൻ സതീശ് സാറ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സാറ് കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്, പ്രവാസികൾക്ക് അടുത്ത വർഷം വോട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസികൾ ഒരുപാട് ആൾക്കാർ, ഞാനടക്കം വോട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. ഒന്ന് നാട്ടിൽ പോകാൻ പറ്റാത്തതോ ടിക്കറ്റിൻ്റെത് അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ചില മേഖലകളൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. പക്ഷെ അതല്ലാതെ ഇന്നിപ്പം നാട്ടിലായാലും ഏതൊരു രാജ്യത്തു നിന്നും ഓൺലൈനിൽ എന്തും നമുക്ക് മേടിക്കാം. അപ്പോൾ അതുപോലെ മൊബൈലിൽ അവൈലബിൾ ആവുന്ന ഒരു ആപ്പ് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ആ സേഫ്റ്റിയിൽ വരുന്ന ഒരു ആപ്പ് സാറ് അതിനൊരു ഇത് കൊടുക്കണം, എന്താ വെച്ചാൽ പെർമിഷൻ കൊടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ സാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സാറിനെ പോലെ നല്ലത് ചെയ്യാൻ വേണ്ടി, ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സാർമാരെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളുണ്ട്. അവർക്കൊന്നും വോട്ട് ചെയ്യാനുള്ള അവസരമില്ല, സന്ദർഭം കിട്ടുന്നില്ല. അത് ഒരുപാട് ദുഃഖമുണ്ട്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് അടുത്ത ഇതിൽ ഒന്ന് ക്ലിയർ ചെയ്ത് തരണം എന്നുള്ളത് അപേക്ഷിക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ ഒരു ആപ്പ് രീതിയിൽ എല്ലാ മൊബൈലും അവൈലബിൾ ആവുന്ന ആപ്പിൽ സ്വന്തം ആധാർ കാർഡ് കാര്യങ്ങൾ വോട്ടർ ID വെച്ചിട്ട് വോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ആപ്പ് ഡെവലപ്മെൻറ്റ് ചെയ്യണമെന്നാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തേത്, പ്രവാസികൾ ആർക്കും സംഭവിക്കാതിരിക്കാതെ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, പേപ്പർ വർക്ക് ചെയ്യാൻ, അവരെ പാസ്പോർട്ടും കാര്യങ്ങളും വെച്ച് സബ്മിറ്റ് ചെയ്തിട്ട് അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നിന്ന് പെട്ടെന്ന് പെർമിഷൻ എടുക്കാനുള്ളൊരു സിസ്റ്റം, അത് ഈ ആപ്പിലൂടെ വന്നാലും ശരി, കുഴപ്പമില്ല. പക്ഷേ അതിൽ ഒരുപാട് പ്രവാസികൾ ഒരുപാട് മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകാനും ഒരുപാട് ആൾക്കാരെ കാലും കൈയും പിടിച്ചിട്ട് കുറേ പൈസ കെട്ടിയിട്ടും കെട്ടണ്ടെന്നും പല റൂൾസുകളും ചെയ്തിട്ടാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒന്നും വിഷയമല്ല, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡ്രാമ ഒരുപാടാണ്. ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ടും കൂടി ഒരു കാര്യം ചെയ്തു തരണം. ഈ 2 കാര്യം എന്താ വെച്ചാൽ, ഒന്ന് വോട്ട് ചെയ്യാനുള്ള, ഞങ്ങൾ എവിടെയാണുള്ളത് അവിടെ നിന്നുകൊണ്ട് സ്വന്തം മൊബൈലിൽ സ്വന്തം ആധാറും പാൻ കാർഡ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം, അതിനുള്ളൊരു എളുപ്പവഴി, അതിനുള്ള റിക്വസ്റ്റ് നിങ്ങൾ ചെയ്യണം. രണ്ടാമത്തേത്, ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നാട്ടിലേക്ക് എത്താനുള്ളൊരു എളുപ്പമായി. ഈ 2 കാര്യത്തിൽ ഒരു തീരുമാനം സാറിന് എപ്പോഴാണ് ഒഴിവുള്ളത് ആ ടൈമിൽ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്, എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സാറ് ഇതിനൊരു ഹെൽപ്പ് ചെയ്യണം. ഞാൻ വലിയൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് എൻ്റെ നാട് താന്നൂരാണ്. എൻ്റെ നാട്ടിൽ എന്തൊക്കെ ഇല്ലാത്തത് അത് സൗകര്യം, അതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഇത് ഞാൻ വിട്ടുപോയതാണ്. അതിൽ പറയേണ്ട 2 കാര്യം, ഞങ്ങൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട്, ഞാൻ 20 വർഷമായിട്ട് പ്രവാസിയാണ്, പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. സ്വന്തം മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകാനും ഇഷ്ടപ്പെടുന്ന ഭരണാധികാരിയെ ഭരണത്തിൽ നിർത്താൻ, അതിന് പ്രവാസികൾക്കുള്ള ഒരു മൊബൈലിലെ ആപ്പ് അത് ക്ലിയർ ചെയ്ത് തരണമെന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം.